നടന്ന LD ക്ലർക്ക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, അതിന്റെ കൂടെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി പാർട്ടിൽ വരുന്ന 10 ക്വസ്റ്റ്യനും അതിന്റെ ഡീറ്റെയിൽഡ് ആൻസറും നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് 100 ക്വസ്റ്റ്യൻസ് അതിന്റെ ആൻസേഴ്സും കണ്ടുപിടിക്കാം. ഏറ്റവും ലാസ്റ്റ് മാത്സിന്റെ എക്സ്പ്ലനേഷൻ കൂടെ ചെയ്യാം. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ഓപ്ഷൻ സി, സഹോദരൻ അയ്യപ്പൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നിയമലംഘന പ്രസ്ഥാനം നിസ്സഹരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ശരിയായത് തിരഞ്ഞെടുക്കുക. 2 പ്രസ്താവനയും ശരിയാണ്, രണ്ടും ശരിയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. തേർഡ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി, മഹാരാഷ്ട്രയാണ്. ഫോർത്ത് വൺ, സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. CR ദാസ്, മോത്തിലാൽ നെഹ്റു. ഫിഫ്ത് വൺ, ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യം മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവമായാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗ്ലോറിയസ് റവല്യൂഷൻ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഗ്ലോറിയസ് റവല്യൂഷൻ. സിക്സ്ത് വൺ, താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏത്? ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാകുക, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തുസൂക്ഷിക്കുക, അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. ഓപ്ഷൻ ഡി, അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. സെവൻത് വൺ, പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? സെവൻത് വൺ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മാൻഡിൽ. എയ്ത്ത് വൺ, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത്? ഇതിന്റെ ആൻസർ ഒമ്പതാമത്തതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനത്താൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നി പ്രവിശ്യയാണിത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 10 ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്? ഏത് പാളിയിലാണ്? സ്ട്രാറ്റോസ്ഫിയർ അല്ലെ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സ്ട്രാറ്റോസ്ഫിയർ. 11th കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നതും ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ്? ഏതാണ് ആ ധാതു? ഓപ്ഷൻ 11 സി ആണ് അതിന്റെ ഇൽമനൈറ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇൽമനൈറ്റ്. 12ാമത്തത്, സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനമെന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏതാണ് ആ ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ എ കർണാടകയാണ്. 13 ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ഓപ്ഷൻ ഡി 1951. 14 നീതി ആയോഗ് സ്ഥാപിതമായ വർഷം? നീതി ആയോഗ് സ്ഥാപിതമായ വർഷം 2015. 15ാമത്തത്, ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാമാണ് ലക്ഷ്യങ്ങൾ? ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തവയെല്ലാം. അതായത് സാമ്പത്തിക വളർച്ച, സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തയും ആധുനിക വൽക്കരണം. അപ്പൊ എല്ലാം ഉണ്ട്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മുകളിൽ കൊടുത്തിരിക്കുന്നവ എല്ലാം. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് ആരാണ്? ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് ആരാണ്? എ ആണ് ആൻസർ. CSO ആണ് GDP കണക്കാക്കുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യൻ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരെന്താണ്? ഇന്ത്യൻ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരാണ് ഓപ്ഷൻ ബി ഡിജിറ്റൽ ഇന്ത്യ. ഓപ്ഷൻ ബി ഡിജിറ്റൽ ഇന്ത്യ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ശില്പി ഓപ്ഷൻ എ ഡോക്ടർ MS സ്വാമിനാഥൻ. ഡോക്ടർ MS സ്വാമിനാഥൻ. 19 നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ? നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. സമത്വം, സാഹോദര്യം എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. 1ഉം 3ഉം മാത്രം ശരിയാണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. സമത്വം, സാഹോദര്യം എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തത് അതിൽ വരുന്നില്ല. 21 താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആരാണ്? രാജകുമാരി അമൃത കൗർ, അമ്മുക്കുട്ടി സ്വാമിനാഥൻ, അക്കാമ ചെറിയാൻ, രേണുക റായ്. ഏതാണ് ഓപ്ഷൻ വരുന്നത്? സ്ത്രീകൾ അല്ലാത്തത്, അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആരാണ്? സി ആണ് അല്ലെ. അക്കാമ ചെറിയാൻ. ഓപ്ഷൻ സി അക്കാമ ചെറിയാൻ.
22 കൂടുതൽ അധികാരത്തോടുകൂടി കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, കാനഡ. 23 ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട എംപിമാർക്ക് വോട്ടവകാശം ലഭിക്കുന്നു. എംപിമാർക്കെല്ലാം വോട്ടവകാശം ലഭിക്കുന്നു. ലോകസഭയിലെ മുഴുവൻ എംപിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. രാജ്യസഭയിലെ മുഴുവൻ എംപിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. ഏതാണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത് അല്ലെ. 2ഉം 3ഉം മാത്രം ആണ് ശരി. 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. 24 കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏത്? കൃഷി, വനം, വ്യാപാരം, വാണിജ്യം, പൊതുജന ആരോഗ്യം. ഏതാണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലെ. വനം ലിസ്റ്റിൽ പെടാത്തതാണ്. 25 അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? ഓപ്ഷൻ സി 4 വർഷം. ഓപ്ഷൻ സി 4 വർഷം. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? 26 ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, പോർച്ചുഗൽ. 27 കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. നിലവിലെ അംഗസംഖ്യ 9 ആണ്. ഉപാധ്യക്ഷൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. ഇതിൽ ശരിയായത് ഓപ്ഷൻ സി ആണ് അല്ലെ. 1 മാത്രമാണ് ശരി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 28 കാലക്രമത്തിൽ എഴുതുക. കൊച്ചി കുടിയായ്മ നിയമം, മലബാർ കുടിയായ്മ നിയമം, പണ്ടാരപ്പാട്ട വിളംബരം, കേരള സ്റ്റേറ്റ് ഓഫ് എഫിക്ഷൻ പ്രൊസീഡിംഗ് ആക്ട്. ഏതാണ് ഓർഡർ ആയിട്ട് വരുന്നത്? 28 ഏതാണ് വരിക? ഫസ്റ്റ് 3 അല്ലെ, പണ്ടാരപ്പാട്ട വിളംബരം, പിന്നെ അടുത്തത് കൊച്ചി കുടിയായ്മ നിയമം, പിന്നെ അടുത്തത് മലബാർ കുടിയായ്മ നിയമം, ഏറ്റവും ലാസ്റ്റ് വൺ കേരള സ്റ്റേറ്റ് ഓഫ് എഫിക്ഷൻ പ്രൊസീഡിംഗ് ആക്ട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 29 ഓർഡർ ആയിട്ട് എഴുതാൻ അല്ലെ. വകുപ്പ് 2 അതേതാണ് വരുന്നത്? വകുപ്പ് 2 പറയുന്നത് മുതിർന്ന പൗരൻ എന്ന 60 വയസ്സ് അല്ലെ. അപ്പോൾ 2 എ ആയിട്ട് വരുന്നത്. വകുപ്പ് 19 വാർദ്ധക്യകാല ഗൃഹങ്ങൾ സ്ഥാപിക്കൽ, ഇതാണ് ബി ആയിട്ട് വരുന്നത്. വകുപ്പ് 15 അപ്പലേറ്റ് ട്രൈബ്യൂണൽ രൂപീകരണം, ഇതാണ് സി ആയിട്ട് വരുന്നത്. വകുപ്പ് 21 മുതിർന്ന പൗരന്മാർ. അപ്പോൾ ഫസ്റ്റ് വൺ എ എന്ന് പറയുന്നത് 2, ബി 3, സി 4, ഡി 1. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 30 തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലാണ്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്കാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ കേരളത്തിലെ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കിയ പദ്ധതിയാണ് അയ്യങ്കാളി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. ഏതാണ് കറക്റ്റ് തെറ്റായിട്ട് വരുന്നത്? 30 ഓപ്ഷൻ ബി മാത്രമാണ് തെറ്റായിട്ട് വരുന്നത് അല്ലെ. 1 മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1 മാത്രം തെറ്റ്. അതായത് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലല്ല. 1 മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള ശിക്ഷണ നടപടികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതാണ്? ശിക്ഷണ നടപടികളെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്നത് ഏത് ഭാഗത്താണ്? ഡി ആണല്ലേ. ഡി. കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഭാഗം 5. 32 ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി. ഏതാണ് സമ്പാദ്യ പദ്ധതി? ഓപ്ഷൻ ബി അല്ലെ. മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. 33 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്? പട്ടികവർഗ വിഭാഗങ്ങളുടെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, പട്ടികവർഗ വിഭാഗങ്ങളുടെ. 34 കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങളിൽ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത് ഹോർമോണാണ് നിയന്ത്രിക്കുന്നത്? ഓപ്ഷൻ സി അല്ലെ. ഓപ്ഷൻ സി മെലാറ്റോണിൻ. 35 ഇന്ത്യയിൽ 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്? ഇന്തോ ബർമ, വടക്കുകിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. 36 താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏത്? പാൽ, മുട്ട എന്നിവയിൽ കാണുന്നു. ആന്റി ക്യാൻസർ വൈറ്റമിൻ, യുവത്വം നിലനിർത്തുന്നു, രോഗപ്രതിരോധ ശേഷി, മോണയുടെ ആരോഗ്യം എന്നിവ പ്രദാനം ചെയ്യുന്നു. 36 ഓപ്ഷൻ എ ആണ് അല്ലേ. ഓപ്ഷൻ എ പാൽ, മുട്ട എന്നിവയിൽ കാണുന്നു. അത് ജീവകം സി അല്ല. 37 വർണ്ണാന്ധതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. കാരണം എന്താണ് ആ കാരണം? ഓപ്ഷൻ ബി അല്ലെ. കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ളവരെ എടുത്താൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്നതിനുള്ള ഉപകരണം ഏതാണ്? എല്ലാവർക്കും അറിയാം അല്ലെ. ഓപ്ഷൻ സി EEG.
താഴെ തന്നിരിക്കുന്നവയിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതാണ്? ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. ഓപ്ഷൻ ബി, പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണമാകുന്നു. ഓപ്ഷൻ സി, ആഹാരവും നിയന്ത്രണവും വ്യായാമവും ആവശ്യമെങ്കിൽ മരുന്നുകൾ വഴിയും ഈ രോഗത്തെ നിയന്ത്രിക്കാം. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ എല്ലാം തെറ്റാണ്. 39 എല്ലാം തെറ്റാണല്ലേ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 40 കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏതാണ്? ഓപ്ഷൻ ബി അല്ലെ, അസ്ട്രാസെനക്ക. 41 വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? ഏതാണ് ആ ജീവി? സി അല്ലെ, ഓപ്ഷൻ സി, പോളോ പോണി. ഓപ്ഷൻ സി, പോളോ പോണി. 42 ഒരു വസ്തുവിന്റെ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ്. ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജം ഏതാണ്? ഓപ്ഷൻ സി അല്ലെ, സ്ഥിതികോർജ്ജം. വസ്തുവിന്റെ സ്ഥാനം എന്ന് പറയുമ്പോൾ അവിടെ സ്ഥിതി ചെയ്യാനുള്ള ഊർജ്ജം, സ്ഥിതികോർജ്ജം. 43 ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രതാ ആരം 40 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര? 43 ഓപ്ഷൻ ഡി 20 അല്ലെ. അത് ഇക്വേഷൻ വെച്ചിട്ട് ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. 44 ഒരു ഹൈഡ്രോളിക് ജാക്കിന്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയതാണ്. 44 ഓപ്ഷൻ ബി, പാസ്കൽ നിയമം. ഓപ്ഷൻ ബി, പാസ്കൽ നിയമം. 43ന്റെ 44 ആണല്ലേ. 43ന്റെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ചെയ്തു തരാം കേട്ടോ. 45 ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ബി അല്ലെ, പ്രഗ്യാൻ. ഓപ്ഷൻ ബി, പ്രഗ്യാൻ. 46 ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഓപ്ഷൻ സി ഏതാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഏതാണ് അഞ്ചാമത്തെ അവസ്ഥ? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 46 സി. 47 ഗൺ മെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ 47 ഓപ്ഷൻ ബി, കോപ്പർ, ടിൻ, സിങ്ക്. ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH 48 ഓപ്ഷൻ എ ആണ്. അതായത് pH 7 കുറവ് 5 ആണ് വരുന്നത് കേട്ടോ. അടുത്തത് 49 ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം ടേബിൾ സാൾട്ട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ടേബിൾ സാൾട്ട്. 50 ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? ഓപ്ഷൻ ഡി, ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ്. 51 എന്താണ്? ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയ പ്രധാന മൂലകം. ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയ പ്രധാന മൂലകം ഏതാണ്? ആ പ്രധാന മൂലകം? ഓപ്ഷൻ സി, ലിഥിയം. ചേരുംപടി ചേർക്കുക അല്ലെ. മിടുക്കർ 2 കൈയും ചേർത്ത് കൊട്ടിയാൽ നഗരങ്ങൾ തകർന്നേക്കും. അത് ആരുടേതാണ് വാക്കുകൾ? എ എന്ന് പറയുന്നത് ആരുടേതാണ്? PN ഗോപികൃഷ്ണന്റെ അല്ലെ. അപ്പൊ ഇത് എ ആയിട്ട് വരും. അടുത്തത് അറ്റമില്ലാതെഴുന്ന ഭൂമിക്കുമേൽ, അതാരുടേതാണ്? ബി എന്ന് പറയുന്നത് ബി, തേർഡ് വൺ അല്ലെ. അതായത് അനിതാ തമ്പി. ഇതാണ് ബി ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് റെയിൽ വക്കത്തു നിന്നെന്നോ, അതാരുടേതാണ്? ഓപ്ഷൻ സി ആയിട്ട് വരുന്നത് ഏതാണ്? സിക്ക് മാച്ച് ആയിട്ട് വരുന്നത് ഏതാണ്? സെക്കൻഡ് വൺ അല്ലെ, പി രാമൻ. ഇനി അടുത്തത് ഡി അവരോരോരുത്തരുടെയും ജീവിതങ്ങളുടെ ആകെ തുകയും ജീവിച്ചിരിക്കുന്ന കുട്ടികൾ, അതാരുടേതാണ്? ഫസ്റ്റ് അല്ലെ, അസീം താനിമൂട്. ഇത് ടി. അപ്പൊ നോക്കുക കറക്റ്റ് ആൻസർ 1 4 വരുന്നത് 1 4. അടുത്തത് 2 3. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലെ, ഓപ്ഷൻ എ. 52 ഓപ്ഷൻ എ. ഇരിയമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത്? ഉത്തരാസ്വയംവരം, കീചകവധം, ദക്ഷയാഗം, തോരണ യുദ്ധം. ഏതാണ്? ഓപ്ഷൻ ഡി അല്ലെ, തോരണ യുദ്ധം. അടുത്തത് ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാനിമോസ് ഏതുമായിട്ടാണ് കണക്ട് ചെയ്ത് വരുന്നത്? ഇറാനിമോസ് കരിക്കോട്ടക്കരി അല്ലെ, കരിക്കോട്ടക്കരി. അപ്പൊ ഇതാണ് എ വരിക. പീലിപ്പോസ് ഏതാണ്? പീലിപ്പോസ് വരുന്നത് അടിയാണ് അല്ലെ, അടി. അടുത്തത് ഉണ്ണിച്ചക്കൻ ഏതാ വരുന്നത്? ഉണ്ണിച്ചക്കൻ എന്ന് പറയുന്നത് അടിയാളപ്രേതം. അടുത്തത് വാവാച്ചൻ ഏതാണ്? വാവാച്ചൻ മീശ, ഒടി. അതായത് എ 4 ആണ്. എ 4 വരുന്നത് സി ആണല്ലേ, സി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 54 ഓപ്ഷൻ സി. അടുത്തത് മുസിരിസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏതാണ്? ബന്ധപ്പെടാത്തത്? സെന്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചി അല്ലെ, സെന്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചി. 56 ധ്യാൻ ചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ഏതാണ്? മികച്ച ക്രിക്കറ്റർക്കുള്ള പുരസ്കാരം, ഗുസ്തി താരമായ ധ്യാൻ ചന്ദിന്റെ പേരിൽ നൽകുന്ന പുരസ്കാരം, മികച്ച കായിക പരിശീലകർക്ക് നൽകുന്ന പുരസ്കാരം, KM ബീനാമോൾ, അഞ്ജു ബോബി ജോർജ്, PR ശ്രീയേഷ്
ശ്രീജേഷ് തുടങ്ങിയ മലയാളികൾ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയിട്ടുണ്ട്. ഏതാണ് 56? കറക്റ്റ് ആൻസർ എല്ലാം തെറ്റാണ് അല്ലെ, എല്ലാം തെറ്റാണ്. 57 കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ഏതാണ് ശരിയായ പ്രസ്താവന? ഓപ്ഷൻ എ ആണ് ശരിയായ പ്രസ്താവന അല്ലെ. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജീവാനന്ദം പദ്ധതി. ആരോഗ്യകിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ് പ്രായപരിധി? ഓപ്ഷൻ ബി അല്ലെ, 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ. 59 ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏത്? ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏതാണ്? ഓപ്ഷൻ സി അല്ലെ, ഓപ്ഷൻ സി ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. അതുകൊണ്ട് ഇപ്പൊ എല്ലാം ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് മാറി അല്ലെ. 60 സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്ഷൻ ബി അല്ലെ, MAYAOS. 61 താഴെ തന്നിരിക്കുന്നവയിൽ ക്ലൗഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ള സിസ്റ്റം ഏതാണ് ആ സിസ്റ്റം വരുന്നത്? ഓപ്ഷൻ ഡി അല്ലെ, മുകളിൽ പറഞ്ഞവയെല്ലാം, അതായത് ഇമെയിൽ, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഗൂഗിൾ ഡ്രൈവ് എല്ലാം കറക്റ്റ് ആണ്. 62 താഴെ പറയുന്നവയിൽ ഒപ്റ്റിക് സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏതാണ്? 62 ഓപ്ഷൻ എ അല്ലെ, ബ്ലൂറേ ഡിസ്ക്. 63 ഇമെയിലിന്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല. ഇമെയിൽ വഴിയും വൈറസ് വ്യാപനം നടക്കും. പോസ്കോ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഓപ്ഷൻ ഡി 2012. ഓപ്ഷൻ ഡി 2012. 65 ആൻസർ ഓപ്ഷൻ ബി ആണ്. 65 ഓപ്ഷൻ ബി. 66 ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാം, അതായത് എല്ലാം സംരക്ഷണം നൽകുന്നത് എല്ലാത്തിനും, അതായത് സ്ത്രീക്ക് സംരക്ഷണം നൽകുന്നത് സംരക്ഷണ ഉത്തരവുകൾ, താമസ ഉത്തരവുകൾ, പണ ആശ്വാസം എല്ലാം നൽകും. 67 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1 വർഷം വരെ തടവോ 20,000 വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും. 68 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, അതായത് 6 അംഗങ്ങളാണ് ഉള്ളത്. 6 അംഗങ്ങൾ. 69ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയല്ല. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് നിഷേധിക്കാവുന്നതാണ്. അപ്പോൾ ഈ 3ഉം ശരിയാണ്. 70 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി കേന്ദ്ര സർക്കാർ, അതായത് ദേശീയ വനിതാ കമ്മീഷൻ അതിന്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത്? കേന്ദ്ര സർക്കാർ. 81ലേക്ക് പോയി, അതായത് മാത്സ് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഉണ്ട്, അതുകൊണ്ട് അത് ലാസ്റ്റ് നമുക്ക് നോക്കാം. 81 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 81 82 ഓപ്ഷൻ ബി. 82 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. 83 ഓപ്ഷൻ സി. 83 ഓപ്ഷൻ സി. 84 ഓപ്ഷൻ എ ആണ്. 84 85 ഓപ്ഷൻ സി. 85 ഓപ്ഷൻ സി. 86 ഓപ്ഷൻ ബി. 86 ഓപ്ഷൻ ബി. 87 ഓപ്ഷൻ ബി തന്നെയാണ്. 87 ഓപ്ഷൻ ബി. 88 ഓപ്ഷൻ എ. 88 ഓപ്ഷൻ എ. 89 ഓപ്ഷൻ എ. 89 ഓപ്ഷൻ എ. 90 ഓപ്ഷൻ എ. 90 ഓപ്ഷൻ എ ആണ്. 91 ഓപ്ഷൻ ബി. 91 ഓപ്ഷൻ ബി. 92 ഓപ്ഷൻ സി. 92 ഓപ്ഷൻ സി വിനാഴിക. 93 ഓപ്ഷൻ സി. ഓപ്ഷൻ സി പരമ പ്ലസ് ഉച്ച പ്ലസ് നില. ഓപ്ഷൻ സി. 94 ഓപ്ഷൻ ബി. വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ. 94 ഓപ്ഷൻ ബി. 95 ഓപ്ഷൻ ബി ഭൗതിക. 96 ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി സത്യസന്ധമായി പെരുമാറുക. 97 ഓപ്ഷൻ ഡി. 98 ഓപ്ഷൻ എ. 98 ഓപ്ഷൻ എ വൈരണി. 98 ഓപ്ഷൻ എ. 99 ഓപ്ഷൻ ഡി. എന്നെ തേടി കവിത വന്നണഞ്ഞത് ആ പ്രായത്തിലാണ്. 100 ഓപ്ഷൻ ബി. 100 ഓപ്ഷൻ ബി. അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ എന്നെ വികാര പരവശനാക്കി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇതാണ് 100 ക്വസ്റ്റ്യൻ. 100 ആയിട്ടില്ല അല്ലെ, 90 ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ഇതൊക്കെയാണ്. ഇനി നമുക്ക് മാത്സിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ, k പ്ലസ് 1/k മൈനസ് 2 സമം 0 ആയാൽ k⁻29 പ്ലസ് 1/k⁻29 മൈനസ് 2ന്റെ വില എത്രയാകും? ഇത് വളരെ എളുപ്പാട്ടോ. അതായത് k പ്ലസ് 1/k മൈനസ് 2 സമം 0. അപ്പൊ നമുക്ക് എന്തെടുക്കാം? k പ്ലസ് 1/k സമം 2 എന്ന് എടുക്കാം അല്ലെ. k പ്ലസ്, അതായത് ഒരു നമ്പറും ആ നമ്പറിന്റെ വിൽക്രമവും കൂടി കൂട്ടിയാൽ 2 കിട്ടണം. ഒറ്റൊരു നമ്പറേ ഉള്ളൂ അങ്ങനെ. ഏത് നമ്പറാണ്? 1 അല്ലെ. 1ഉം അതിന്റെ വിൽക്രമം 1/1, അതായത് 1/1 എന്ന് പറയുന്നത് 1 പ്ലസ് 1 എത്രയാണ്? 2. വേറെ ഒരു നമ്പറും ഈ ഒരു
ഇത് ലോ ഫോളോ ചെയ്യില്ല. അതായത് ഒരു നമ്പറും അതിന്റെ വിൽക്രമവും കൂടി ആഡ് ചെയ്താൽ 2 കിട്ടണം. എപ്പോഴും ഏത് നമ്പർ ആയിരിക്കും കെന്റെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. 1, അതായത് ആ 1 എന്ന് പറയുന്ന നമ്പർ ആഡ് ചെയ്താൽ മാത്രമേ, അതായത് കേക്ക് 1 കൊടുത്താൽ മാത്രമേ ഈ ഒരു കൺസെപ്റ്റ്, നമ്മുടെ ഈ ഒരു ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. കെന്റെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. കെന്റെ വാല്യൂ 1 കിട്ടിയാൽ ഡയറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. അതായത് k⁻29 പ്ലസ് 1/k⁻29 മൈനസ് 2. കേക്ക് പകരം എത്ര കൊടുക്കുക? 1 കൊടുക്കുക. അതായത് 1/29 പ്ലസ് 1/1/29 മൈനസ് 2. 1 ഏത് നമ്പർ വന്നാലും 1 ആയിരിക്കും. 1 പ്ലസ് 1/1 മൈനസ് 2 എത്ര കിട്ടും? 1 പ്ലസ് 1/1 1 ആണ്, മൈനസ് 2. 1 പ്ലസ് 1 2. 2 മൈനസ് 2 എത്ര കിട്ടും? 0 കിട്ടും അല്ലെ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. ഇവിടെ കെന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ പിന്നെ ഡയറക്റ്റ് നമുക്ക് എന്തായിട്ട് മനക്കണക്കായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്ര സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട. കെന്റെ വാല്യൂ 1 ഏത് നമ്പർ വന്നാലും ആ നമ്പർ തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 1 പ്ലസ് 1 മൈനസ് 2 സമം 0. ഡയറക്റ്റ് നമുക്ക് ഈ സെക്കൻഡ് സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഇത് മെന്റൽ എബിലിറ്റി പാർട്ടിൽ വരുന്ന കേട്ടോ. അത് നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16 ഹരിക്കണം 4 സമം 74, 35 ഹരിക്കണം 7 സമം 85, 55 ഹരിക്കണം 5 സമം 1011 ആയാൽ 49 ഹരിക്കണം 7. അതായത് ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ നോക്കുക. 16 ഹരിക്കണം 4 സമം 74. 74 എന്നല്ല അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ എഴുതിയിരിക്കുന്നത്? 1ഉം 6ഉം കൂടി കൂട്ടിയാൽ 7 കിട്ടുന്നുണ്ട് അല്ലെ. 1ഉം 6ഉം കൂടി കൂട്ടി 7. അതുപോലെ അടുത്തത് നോക്കാം. 35 ഹരിക്കണം 7 സമം 85. അതായത് 3ഉം 5ഉം കൂടി കൂട്ടിയാൽ 8 കിട്ടുന്നുണ്ട് അല്ലെ. ഇനി അടുത്ത കണ്ടീഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 55 ഹരിക്കണം 5 സമം 10 11 അല്ലെ. 5ഉം 5ഉം കൂടി കൂട്ടിയാൽ 10 കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഫസ്റ്റത്തെ നമ്പറായി. അതുപോലെ നമുക്ക് എങ്ങനെ എഴുതാം? 49 ഹരിക്കണം 7 നമുക്ക് എങ്ങനെ എഴുതാം? 4ഉം 9ഉം കൂട്ടിയാൽ 13. അപ്പൊ ഫസ്റ്റ് നമ്പർ കിട്ടി 13. ഇത് നമുക്ക് ഓപ്ഷൻ ബി ആണെന്ന് ഉറപ്പിക്കാം. പക്ഷെ അടുത്ത നമ്പറും കൂടി നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഇൻ കേസ് അതല്ലെങ്കിലോ ഓപ്ഷൻ ബി തന്നെ ആയിരിക്കും അല്ലെ. അപ്പോ ഇനി അടുത്തത് 4 ആണ് കിട്ടുന്നത് അല്ലെ. 4 ഒറ്റയുടെ സ്ഥാനത്ത് 4 ആണ്. അതായത് 16 ഹരിക്കണം 4 4. അടുത്ത അതേപോലെ നോക്കാം. 35 ഹരിക്കണം 7 7 5 35 ആണ് അല്ലെ. അതുപോലെ 55 ഹരിക്കണം 5 11 വന്നു. അതുപോലെ അടുത്തത് 49 ഹരിക്കണം 7 7 7 49. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 137. ഇതൊരു നമുക്കൊരു മെന്റൽ എബിലിറ്റിയിൽ വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ഡൗട്ട് തോന്നും അല്ലേ. അപ്പോൾ നിങ്ങൾ ഹരിച്ചു നോക്കുക. 16 ഹരിക്കണം 4 അല്ല, ഒറ്റയുടെ സ്ഥാനത്ത് അത് വരുന്നുണ്ട്. പിന്നെ തൊട്ട് 10ന്റെ സ്ഥാനത്ത് 100ന്റെ സ്ഥാനത്ത് വരുന്നത് കണ്ടുപിടിച്ചാൽ മതിയില്ലേ. അത് വളരെ എളുപ്പമാട്ടോ. കുറെ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്താൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിന്റെ ആൻസർ കിട്ടും. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് അതിന്റെ ട്രിക്ക് മനസ്സിൽ ഓടി വരും. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. എക്സ് മൈനസ് 1/x സമം 1/2 ആയാൽ എന്തായിരിക്കും 4x² പ്ലസ് 4/x² വില? ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സ്ക്വയർ വരുന്നത്. അപ്പൊ ഏതാണ്? a+b ഹോൾ സ്ക്വയർ a-b ഹോൾ സ്ക്വയർ. അതിന്റെ എക്സ്പാൻഷൻ ആയിരിക്കും. ഇതേ ടൈപ്പ് 9th സ്റ്റാൻഡേർഡിൽ ഇതേ ടൈപ്പ് വരുന്നുണ്ട് ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇതേ ടൈപ്പ് ആണ് കേട്ടോ. ഇതേ സെയിം ക്വസ്റ്റ്യൻ അല്ല, ഇതേ ടൈപ്പ് ഹോൾ സ്ക്വയർ വെച്ചിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതി വെക്കാം അല്ലെ. അതായത് എക്സ് മൈനസ് 1/x സമം 1/2. ഇനി നോക്കാം, നമുക്ക് കിട്ടേണ്ടതിൽ 4x², അതായത് 2ന്റെ സ്ക്വയർ അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്താ, ഈ റൈറ്റ് സൈഡിലുള്ള 2 ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. അപ്പൊ 2 ഇൻറ്റു എക്സ് മൈനസ് 1/x സമം 1 എന്ന് കിട്ടുമല്ലോ. 2ന് 1 ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ എന്ത് വരും? 2x മൈനസ് 2/x സമം 1. ഇനി എന്ത് ചെയ്യുക? ലെഫ്റ്റിലും റൈറ്റിലും സ്ക്വയർ ചെയ്യുക. അതായത് a-b ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ എന്താണ്? a-b ഹോൾ സ്ക്വയർ സമം a² മൈനസ് 2ab പ്ലസ് b² ആണ് അല്ലെ. b². അതുപോലെ നമുക്കിവിടെ ലെഫ്റ്റിലും റൈറ്റിലും സ്ക്വയർ ചെയ്യുക. അപ്പൊ എന്ത് വരും? 2x മൈനസ് 2/x ഹോൾ സ്ക്വയർ സമം 1². ലെഫ്റ്റിലും റൈറ്റിലും ചെയ്യുക കേട്ടോ. അപ്പൊ അത് എക്സ്പാൻഡ് ചെയ്താൽ എന്താ വരിക? ഫസ്റ്റ് a² അല്ലെ. അതായത് ഇവിടെ എന്ത് വരും? 2x ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്ക് പകരം 2x ആണുള്ളത് അല്ലെ. 2x ഇൻറ്റു ബിക്ക് പകരം ഇവിടെ ഉള്ളത് 2a/x പ്ലസ് b². ബി എന്ന് പറയുന്നത് ഇവിടെ 2a/x ഹോൾ സ്ക്വയർ ആണ്. ഈക്വൽ ടു 1 കേട്ടോ. ഈക്വൽ ടു 1ന്റെ സ്ക്വയർ 1 ആണ്. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 2x ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 4x² മൈനസ് ഇവിടെ ഈ എക്സും എക്സും ക്യാൻസൽ ചെയ്തു പോകും അല്ലെ. 2 ഇൻറ്റു 2 ഇൻറ്റു 2 എത്ര വരിക? 8 വരും അല്ലെ. 8 പ്ലസ് 2a/x ഹോൾ സ്ക്വയർ. അപ്പൊ അംശത്തിന്റെ സ്ക്വയർ, അംശം എന്ന് പറയുമ്പോൾ 2 ആണ്. 2ന്റെ സ്ക്വയർ 4 ബൈ ഛേദത്തിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ x² ഈക്വൽ ടു 1. നമുക്ക് ഈ -8നെ റൈറ്റ് സൈഡിലേക്ക് എടുക്കാം. അപ്പൊ എന്ത് വരും? 4x² മൈനസ് പ്ലസ് 4a/x² സമം 1 പ്ലസ് 8 ആവും അല്ലെ. -8 പ്ലസ് 8 ആവും. 1 പ്ലസ് 8 എത്രയാണ്? 9. 1 പ്ലസ് 8 9. അതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 4x² പ്ലസ് 4a/x² വില എത്രയാണ്? 9. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ 9. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഒരു വൃത്തത്തിന്റെ ആരം 50% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണം എത്ര ശതമാനം വർധനവുണ്ടാകും? 50% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണം എത്ര ശതമാനം ഉണ്ടാകും? വൃത്തത്തിന്റെ ആരം 50% വർദ്ധിപ്പിക്കാനാണ് പറയുന്നത് അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് വിസ്തീർണം 100% എടുക്കാം. 100% എടുക്കാം. അപ്പൊ ഇവിടെ എങ്ങനെ വൃത്തത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കുക? വിസ്തീർണം കണ്ടുപിടിക്കേണ്ടത് പൈ ആർ സ്ക്വയർ. പൈ ആർ സ്ക്വയർ. ആറ് 2 തവണ വരുന്നുണ്ട് അല്ലെ. അതായത് എങ്ങനെ എഴുതാം? പൈ ഇൻറ്റു ആർ ആണ് വിസ്തീർണം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എത്ര? ആരം 50% വർദ്ധിപ്പിച്ചു. അപ്പൊ ആദ്യം നമുക്ക് 100% എടുക്കാം. വിസ്തീർണം 100% എടുക്കാം. പിന്നെ എന്താണ്? ആരം 50% വർദ്ധിപ്പിച്ചു. അതായത് ഇവിടെ 2 ആറ് വരുന്നുണ്ട് അല്ലെ. 50% എന്ന് പറയുമ്പോൾ 150 ആയിട്ട് മാറും അല്ലെ. 150/100. ഒന്നും കൂടി അല്ലെ. 2 ആറ് വരുന്നുണ്ട്. അപ്പൊ ഒരു 150/100. ആരം 50% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണം എത്ര ശതമാനം? ക്ലിയർ അല്ലേ? ഇത് നമുക്ക് ഇതിന് സിംപ്ലിഫൈ ചെയ്യാം. 0 0 0 0 ക്യാൻസൽ. 0 0 0 0. അതായത് ഇവിടെ എത്ര വരിക? 15 × 15 225. 225% വിസ്തീർണം വർദ്ധിക്കും. അപ്പൊ ഇവിടെ 100% ഉള്ളത് എത്രയായി? 100% ഉള്ളത് 225%. അപ്പൊ എത്ര അധികം വന്നു? 125% അധികം വന്നത് അല്ലെ. 125% വർധനവുണ്ടായത്. 100% നിന്ന് 225 ആയത്. അതായത് ആ 100 മൈനസ് ചെയ്യുക. 100 മൈനസ് ചെയ്യുമ്പോൾ ബാക്കി വരുന്നത് 125. നോക്കാം. രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും ഇടയിൽ എത്ര തവണ മണിക്കൂർ മിനിറ്റ് സൂചി 180 ഡിഗ്രി ആകും? 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട്, അതായത് മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയും ഇതേപോലെ വരിക. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരേ ലൈനിൽ വരുന്നത് എത്ര തവണ? അതായത് 180 ഡിഗ്രി ഒരേ ലൈനിൽ വരുമ്പോഴാണ് 180 ഡിഗ്രി ആകുക. ഇതേപോലെ വരുന്നത് എത്ര തവണയാണെന്നാണ് ചോദ്യം. അതായത് രാവിലെ 10 മണി. രാവിലെ 10 മണി എന്ന് പറയുമ്പോൾ ഏകദേശം ഇതേപോലെ വരും അല്ലെ. രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും. ഉച്ചയ്ക്ക് 1 മണി എന്ന് പറയുമ്പോൾ ഇതേപോലെ വരും. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ ഒരു സ്ഥലത്തിന്റെ ഇടയിൽ എത്ര തവണ 180 ഡിഗ്രി ആകുന്നതാണ് ചോദ്യം. അപ്പൊ എത്ര തവണയാവും? 10 മണിക്കും 11 മണിക്കും ഒരു തവണയാവും അല്ലെ. ഒരു പ്രാവശ്യം ആകും. അതുപോലെ 11നും 12നും ഇടയിൽ ഒരു തവണ വരും. 12നും 1 മണിക്കും ഇടയിൽ ഒരു തവണ വരും. അങ്ങനെ എത്ര തവണയാണ്? 3 തവണ 180 ഡിഗ്രി ആകും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 3 തവണയാണ് 180 ഡിഗ്രി ആകുന്നത്. അതായത് 10 മണിക്കും 11 മണിക്കും ഇടയിൽ ഒരു തവണ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും 180 ഡിഗ്രി ആകും. അതുപോലെ 11നും 12നും ഇടയിൽ ഒരു തവണ മണിക്കൂർ മിനിറ്റ് സൂചി 180 ഡിഗ്രി ആകും. അതുപോലെ 12 മണിക്കും 1 മണിക്കും ഇടയിൽ മണിക്കൂർ മിനിറ്റ് സൂചി 180 ഡിഗ്രി ആകും. 3 തവണയാണ് 180 ഡിഗ്രി ആയിട്ട് വരുന്നത്. 10 വർഷം കൊണ്ട് ഒരു നിക്ഷേപം ഇരട്ടിയാകണമെങ്കിൽ സാധാരണ പലിശ നിരക്ക് എത്ര വേണം? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അതായത് സാധാരണ പലിശ നിരക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇരട്ടിയല്ലേ. ഇരട്ടി എന്ന് പറയുമ്പോൾ 100/n ആയിരിക്കും. ഇരട്ടി 100/n ആയിരിക്കും. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കുറെ പ്രാവശ്യം ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് വരും? 100/n എന്ന് പറയുന്നത് 10 ആണ്. 10 വർഷമാണ് അല്ലെ. 0 0 ക്യാൻസൽ. അപ്പൊ എത്ര ശതമാനമാണ്? 10% ആയിരിക്കും. 10%. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 10%. ഇവിടെ ഇരട്ടി എന്ന് പറയുന്നത് കൊണ്ടാണ് 100/n. ഇനി 3 ഇരട്ടി എന്ന് പറയുമ്പോൾ എത്രയാണ്? 200/n ആയിരിക്കും. 4 ഇരട്ടി എന്ന് പറയുമ്പോൾ 300/n ആയിരിക്കും. 5 ഇരട്ടി എന്ന് പറയുന്നത് 400/n ആയിരിക്കും. ഇതേ പ്രൊസീജിയറിൽ ചെയ്യുക. ഇവിടെ ഇരട്ടി എന്ന് പറഞ്ഞതുകൊണ്ടാണ് 100/n എടുത്തത്. അപ്പൊ എത്രയാണ് സാധാരണ പലിശ നിരക്ക്? 100/n 10% ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2000 ജനുവരി 1 ശനി ആണെങ്കിൽ 2006 ജനുവരി 1 ഏത് ദിവസം ആയിരിക്കും? ജനുവരി 1 ശനിയാണെന്ന് തന്നിട്ടുണ്ട്. 2006 ജനുവരി 1 ഏത് ദിവസമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ ഇവിടെ നമുക്ക് വർഷം മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അല്ലെ. ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എടുക്കുക. 2000 2006 ഡിഫറൻസ് എത്രയാണ്? 6 ആണ് അല്ലെ. 6. ഇനി ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കണം. അതായത് ഇവിടെ എത്ര അതിവർഷം ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. എത്ര അതിവർഷം? ഏതൊക്കെയാണ് ഇതിന്റെ ഇടയിൽ വരുന്ന അതിവർഷം? 2000 ഒരു അതിവർഷമാണ് അല്ലെ. 2000 ഒരു അതിവർഷമാണ്. പിന്നെ കൂടാതെ ഏതാണ്? 2004 ഒരു അതിവർഷമാണ് അല്ലെ. 2004 ഒരു അതിവർഷമാണ്. അപ്പൊ 2 അതിവർഷമല്ലേ വരുന്നത്. അതായത് ഇവിടെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. എത്ര അതിവർഷം ഉണ്ടെന്ന് നോക്കുക. അതായത് എത്ര അതിവർഷം ഉണ്ട്? 2 അതിവർഷമാണ് ഇതിന്റെ ഇടയിൽ വരുന്നത്. 2000 ഒരു അതിവർഷമാണ്. 2004 ഒരു അതിവർഷമാണ്. അപ്പൊ എത്ര വരും? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 8. ഇനി നമുക്ക് ഓഡ് ഡേയ്സ് അല്ലേ. ഓഡ് ഡേയ്സ് എന്ന് പറയുമ്പോൾ 8 ഹരിക്കണം ഏത് ചെയ്യുക? 8 ഹരിക്കണം 7. 8 ഹരിക്കണം 7 ഒരു 7 ശിഷ്ടം എത്രയാണ് വരുന്നത്? ശിഷ്ടം 1. അപ്പൊ ശിഷ്ടം 1 വരുമ്പോൾ ശനിന്റെ കൂടെ 1 കൂടി കൂട്ടുക അല്ലെ. ശനി പ്ലസ് 1. ശനി പ്ലസ് 1 ഏതാ വരിക? ഞായർ. ശനിയുടെ കൂടെ 1 കൂടി കൂട്ടുക. അതായത് എത്രയാണോ ശിഷ്ടം വരുന്നത് അത്രയും നമ്മൾ ആഡ് ചെയ്യുക. ഇവിടെ ശനിയാണ്. 2000 ജനുവരി 1 ശനിയാണ്. അപ്പൊ 2006 ജനുവരി 1 എന്ന് പറയുന്നത് ശനി പ്ലസ് 1 ഒരു ദിവസം കൂടി കൂട്ടുക. അപ്പൊ ഏതായിരിക്കും? ഞായർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഞായർ. ശ്രേണി പൂർത്തിയാക്കുക. YEB WFD
WUHGSKI അടുത്തതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എല്ലാത്തിനും ഈ ഫസ്റ്റ് ലെറ്റർ നമുക്ക് എടുത്ത് എഴുതി നോക്കാം. എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കാം. YWUS. ഇനി ഇവിടെ നോക്കുക, Y കഴിഞ്ഞിട്ട് X തൊട്ട് അല്ലെ പുറകുന്ന് സ്റ്റാർട്ട് ചെയ്യുക. X കഴിഞ്ഞിട്ടാണ് W വന്നത്. അപ്പൊ ഇവിടെ X ഉണ്ട്, അതിന്റെ ഇടയിൽ W വന്നു. ഇനി Wന്റെ ഇടയിൽ ഏതാണ്? Wന്റെ ഇടയിൽ V ആണ് അല്ലെ. V വന്നിട്ടാണ് ഇത് U ആയത്. U. ഇനി അടുത്തത് യുവിന്റെ ഇടയിൽ ഏത് വന്നു? T കഴിഞ്ഞിട്ട് S വന്നു. അപ്പൊ എസിന്റെ ഇടയിൽ ഏതാണ്? R കഴിഞ്ഞിട്ട് ഏതാ വരിക? Q ആണ് വരിക അല്ലെ. Q ആണ് വരുന്നത്. അപ്പൊ Q ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. Qയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്ഷൻ C ആണ്. C. ഇനി നമുക്ക് അടുത്തത് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെക്കൻഡ് ലെറ്റേഴ്സ് ഒക്കെ എടുത്ത് എഴുതിയിട്ട് EFHK. അപ്പൊ EF 0 ആണ് അല്ലെ. ഇതിന്റെ തൊട്ടടുത്ത നമ്പർ തന്നെയാണ് F. ഇനി F ന്ന് Hലേക്ക് എത്താനോ? FG ഒരു ലെറ്റർ വന്നു അല്ലെ. ഒരു ലെറ്റർ തൊട്ടടുത്തത് വന്നു. ഇനി അടുത്തത് H എങ്ങനെയാ വന്നത്? HIJ K. അപ്പൊ 2 എണ്ണം മിസ്സായി അല്ലെ. ഇനി അടുത്തത് ഏത്? 3 എണ്ണം മിസ്സായിട്ടായിരിക്കും വരിക അല്ലെ. അതായത് KLMN ഏതായിരിക്കും? LMN 3 എണ്ണം കഴിഞ്ഞിട്ട് O വന്നു. അത് തന്നെയല്ലേ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. അതും അടുത്തതിന് സമയം കളയേണ്ട ആവശ്യമില്ല അല്ലെ. അടുത്തതിന് നമുക്ക് സമയം കളയേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. ആ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നമുക്ക് ഓപ്ഷൻ C എന്ന് ഉറപ്പിക്കാം. ഒറ്റയാൻ ആര്? പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. അപ്പോൾ ചിലവർക്ക് ഓപ്ഷൻ A വന്നിട്ടുണ്ടാവും, ഓപ്ഷൻ B വന്നിട്ടുണ്ടാവും അല്ലെ. രണ്ട് രീതിയിലും ചെയ്ത് നോക്കുമ്പോൾ 2 ഓപ്ഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഇവിടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ A ആണ് ഒറ്റയാനായിട്ട് വരുന്നത്. അപ്പൊ അതെങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞു തരാം. അതായത് ഇവിടെ ബിയും സിയും ഡിയും 11ന്റെ ഗുണിതമാണ്. ഓപ്ഷൻ A നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ഓപ്ഷൻ A ചെക്ക് ചെയ്യുമ്പോൾ 875 ആണ് അല്ലെ. അപ്പൊ അതായത് ഒന്നിടവിട്ടുള്ള സംഖ്യകൾ കൂട്ടുമ്പോൾ എത്രയാ വരിക? 8ഉം 5ഉം എത്രയാണ് വരിക? 13 അല്ലെ. 13 മൈനസ് 7. 13 മൈനസ് 7 എന്ന് പറയുന്നത് എത്രയാണ്? 6 വരും അല്ലെ. 6 11ന്റെ ഗുണിതമല്ല. ഓപ്ഷൻ ബി ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ ബി വരുന്നത് 9 7 9 ആണ്. ഒന്നിടവിട്ടുള്ള സംഖ്യകൾ ആഡ് ചെയ്യുക. 9 + 9 18. 18 മൈനസ് 7 എത്രയാണ്? 11. 11 എന്ന് പറയുമ്പോൾ 11ന്റെ ഗുണിതമാണ്. ഓപ്ഷൻ സി ചെക്ക് ചെയ്യുക. 10 89. ഒന്നിടവിട്ടുള്ള സംഖ്യകൾ എന്ന് പറയുമ്പോൾ 1 + 8 9 ആണ്. 9 മൈനസ് 0 + 9 9. 9 മൈനസ് 9 0. അതായത് 0 11 വന്നിട്ടുണ്ടെങ്കിൽ 11ന്റെ മൾട്ടിപ്ലോ വന്നിട്ടുണ്ടെങ്കിൽ 11ന്റെ ഗുണിതമായിരിക്കും. അപ്പൊ ഇവിടെ 0 വന്നു, അതുകൊണ്ട് സിയും 11ന്റെ ഗുണിതമാണ്. ഇനി ഡി ചെക്ക് ചെയ്ത് നോക്കാം. ഡി 10 67. 1 + 6 എത്രയാണ്? 1 + 6 7 ആണ്. 7 മൈനസ് 0 + 7 7. 7 മൈനസ് 7 0 ആണ്. അപ്പൊ അതും 11ന്റെ ഗുണിതമാണ്. ഓപ്ഷൻ എ 11ന്റെ ഗുണിതമല്ല. അപ്പൊ ഇവിടെ ഒറ്റയാനായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. മാത്സിൽ വരുന്ന ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു സമാന്തര ശ്രേണിയിലെ 7ാം പദത്തിന്റെ 7 മടങ്ങ് അതിന്റെ തന്നെ 11ാം പദത്തിന്റെ 11 മടങ്ങിന് തുല്യമാണ് എങ്കിൽ ആ ശ്രേണിയുടെ 18ാം പദം ഏത്? അപ്പൊ ഇവിടെ പദങ്ങളാണ് അല്ലെ. അതായത് nth ടേം എങ്ങനെയാ കണ്ടുപിടിക്കുക? nth ടേം അതായത് n-ാം പദം എന്ന് പറയുന്നത് a + n-1 × d ആണ് അല്ലെ. a + n-1 × d. അതായത് 10ാം പദം എന്ന് പറയുമ്പോൾ a + 9d. 8ാം പദമാണെങ്കിൽ a + 7d. 100ാം പദമാണെങ്കിൽ a + 99d. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7ാം പദം എന്ന് പറയുമ്പോൾ a + 6d അല്ലെ. a + 6d. 7ാം പദത്തിന്റെ 7 മടങ്ങ് അതായത് 7 × a + 6d സമം അതിന്റെ തന്നെ 11ാം പദം എന്ന് പറയുമ്പോൾ a + 10d എന്ന് വരും അല്ലെ. a + 10d അതിന്റെ 11 മടങ്ങിന് തുല്യമാണ്. അപ്പൊ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്തിട്ട് എയോ ഡിയോ കിട്ടിയാൽ മാത്രമേ നമുക്ക് 18ാം പദം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സിംപ്ലിഫൈ ചെയ്താൽ എന്താ വരിക? 7a + 6 7 42 42d സമം 11a + 10 × 11 110d എന്ന് വരും. അപ്പൊ നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതണം. അപ്പൊ അതായത് 42d d ഒരു സൈഡിലേക്ക് എടുക്കുക. 42d - 110d സമം 11a - 7a. ഇനി 42d ന്ന് 110, അതായത് 42 ന്ന് 110 കുറക്കുക. അപ്പൊ എന്ത് ചെയ്യുക? വലുതെന്ന് ചെറുത് കുറക്കുക അല്ലെ. 110 ന്ന് 42 കുറച്ചാൽ 68 വരും. വലിയ നമ്പർ 110 ആണ്, അതുകൊണ്ട് ഒരു മൈനസ് ചിഹ്നം കൊടുക്കുക. അതായത് -68d സമം 11a - 7a. 11 ന്ന് 7 കുറച്ചാൽ 4a എന്ന് വരും അല്ലെ. 4a. ഇനി ഇവിടെ നമുക്ക് a = എന്ത് എഴുതാം? a = -68/4d. ഇതിനൊന്ന് നമുക്ക് നോക്കാം അല്ലെ. എന്ത് വരും? 1 4 4, ബാക്കി എത്ര വരും? 2 വരും. 28 എത്ര വരും? എത്ര വരിക? 6 4 24, 7 4 28 അല്ലെ. 7 17d എന്ന് വരും. അപ്പൊ എങ്ങനെ എഴുതാം ഇത്? a സമം -17d എന്ന് പറയും. നമുക്ക് എല്ലാത്തിനെയും നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കാം. അതായത് a +
17d സമം 0 എന്ന് കിട്ടും അല്ലെ. a+17d a+17d എത്രാമത്തെ പദമായിരിക്കും? a+17d എന്ന് പറയുന്നത് 18ാം പദമായിരിക്കും അല്ലെ. 18ാം പദമായിരിക്കും. 18ാം പദമാണ് a+17d. a+17d 18ാം പദമാണ്. 18ാം പദം എത്രയാണ് കിട്ടേണ്ടത്? 0 ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 0 ഇല്ല അല്ലെ. അപ്പൊ ഇവിടെ ആൻസർ ഇവ ഒന്നും അല്ല. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇതാണ് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ വരുന്ന ഇന്ന് ചോദിച്ച 10 ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷനും.